ഹായ്, വെൽക്കം ടു അഷസ് ക്രിയേഷൻസ്. ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 3 പഴം അരിഞ്ഞെടുത്താണ് അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഴത്തിന് അത്യാവശ്യം നല്ല മധുരമുള്ള പഴമാണ്. ഇപ്പോൾ പഴമൊക്കെ നല്ല വെണ്ടൊക്കെ വന്നതിൻ്റെ നല്ലൊരു മണമൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തേങ്ങയും പഴവും ഒക്കെ കൂടെ കൂട്ടി. അപ്പോൾ ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ പഴമൊക്കെ നല്ലതായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇത്ര മതിയാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിവിടെ ഇരുന്നൊന്ന് ചൂടാറട്ടെ. അപ്പോൾ ഇതായിപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ കുഴയ്ക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, കുറച്ചുകൂടെയൊക്കെ ബ്രെഡ് ക്രംസ് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്താ പൊട്ടിപ്പോണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടി ഒരു ബൈൻഡിങ് പോലെയായിട്ടാണ് നമ്മൾ ഈ ബ്രെഡ് ക്രംസ് ഉപയോഗിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോട് കൂടി ചേർക്കാം. ഇനി ഇത് കൈകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട്. അതായത് ഇത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രെഡിൻ്റെ പൊടി ചേർക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് അവലുണ്ടല്ലോ, അവലിൻ്റെ പൊടി അതൊന്ന് പൊടിച്ചിട്ട് നമുക്ക് അവല് മിക്സിയിലിട്ടൊന്ന് അടിച്ച് പൊടിയാക്കിയിട്ട് അത് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. അല്ലേ, ഇതുപോലെ നമുക്ക് എല്ലാതും ഉരുട്ടിയെടുക്കാം. ഇതിനകത്ത് ഇപ്പോൾ നെയ്യൊക്കെ അത്യാവശ്യം ഉണ്ട്. അത് കാരണം തന്നെ നമ്മൾ കയ്യിൽ പ്രത്യേകിച്ച് നെയ്യൊന്നും പറ്റേണ്ട ഒന്നും ആവശ്യമില്ല കേട്ടോ. അല്ലേ, ഇത് പൊട്ടിപ്പോവാണ്ടിരുന്ന് വെച്ചാൽ മതി. ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇത് ഞാനിപ്പം ഇതിങ്ങനെ ആക്കിയിട്ട് ഇനി ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല. ഇപ്പം എണ്ണയൊന്നും അധികം ഉപയോഗിക്കാൻ പറ്റില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഫ്രൈ ചെയ്യേണ്ടതൊന്നും ഒരു ആവശ്യമില്ല. അങ്ങനെ നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിങ്ങനെ കഴിക്കാനും. കണ്ടില്ലേ, എല്ലാം അതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെ നമ്മളിത് ഉരുട്ടുമ്പോൾ തന്നെ കുട്ടികളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാട്ടോ. അവർക്ക് നല്ല ഇഷ്ടമാവും, ഇപ്പം തന്നെ ഇഷ്ടമാവും. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഓരോ ഉരുളകളും നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഓരോ ഉരുളകളും ഈ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡ് ക്രംസിൻ്റെ ഒക്കെ വീഡിയോ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത് ഉരുട്ടുമ്പോൾ തന്നെ ഒപ്പം തന്നെ ബ്രെഡ് ക്രംസിൽ അങ്ങനെയും കൂടെ കോട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഇനി എല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാതും ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ആ ബ്രെഡ് ക്രംസ് എടുത്തപ്പോൾ ഞാനൊരു 1/2 കപ്പ് ബ്രെഡ് ക്രംസ് എടുത്തിട്ടാണ് കേട്ടോ ഇതിനകത്ത് മിക്സ് ചെയ്തെടുത്തത്. ആദ്യം 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് 1/2 കപ്പ് വേണ്ടി വന്നു. അപ്പോൾ എല്ലാതും ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം ഇത് ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അത് എണ്ണ ചൂടായി കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ട് കുറച്ചിട്ടേക്കുക.
പിന്നെ ഇത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു കളറായി കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ ഇനി എല്ലാതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ബ്രെഡ് ക്രംസ് നമ്മൾ അങ്ങനെ ഉരുട്ടി വെച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഫ്രീസറിലായിട്ടൊക്കെ വെച്ചേക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ ഫ്രീസറിലായിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇതൊട്ടും ഇങ്ങനെ പൊടിഞ്ഞ് ചാടൂല കേട്ടോ. ഞാനിത് ഫ്രീസറിലൊന്നും വെച്ചില്ല, നേരെ എടുത്ത് ഫ്രൈ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊരു പൊടി ഇതിനകത്ത് ചാടിയിട്ടില്ലേ എണ്ണയിൽ, അതങ്ങനെ ചാടിയത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാനായിട്ട്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരും. അപ്പോൾ പിന്നെ സ്കൂളൊന്നും ഇല്ലല്ലോ അല്ലേ. എന്നാലും നമ്മൾ വീട്ടിലൊക്കെ പിള്ളേരൊക്കെ ഇരിക്കുമ്പോൾ പിള്ളേർക്ക് എപ്പോഴും ഇങ്ങനെ വിശപ്പൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അതിനൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതെല്ലാതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊരു കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ ഒന്നുകൂടി ഒന്ന് റോൾ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ കാണാനൊക്കെ നല്ലൊരു രസമായിരിക്കും, കഴിക്കാനും നല്ലത് തന്നെയായിരിക്കും കേട്ടോ. ഇനി ബ്രെഡ് ക്രംസ് ഒന്നും എടുക്കണ്ട, ഉള്ള ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്തെടുത്ത് വെച്ചാൽ മതി. എല്ലാതും ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഏത്തപ്പഴം കൊണ്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. ഏത്തപ്പഴം കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കൂട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് അപ്പോൾ സെലക്ട് ചെയ്യാമല്ലോ ഏത് സ്നാക്കാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷസ് ക്രിയേഷൻസ്.